ഐപാക് റെയ്ഡ് കേസിൽ ഇഡിയുടെ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി. ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് ഇഡിയോട് സുപ്രീം കോടതി. PMLA നിയമപ്രകാരമുള്ള അധികാരമാണ് വിനിയോഗിച്ചതെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നും അന്വേഷണ ഏജൻസികളെ തടയാനാവില്ലെന്നും ഇഡി. മമതാ ബാനർജിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം, ജനാധിപത്യത്തിന് പകരം ആൾക്കൂട്ടാധിപത്യം സ്ഥാപിക്കുകയാണ് മമത എന്നും പറയുന്നു ഇഡി. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങളും ചേർന്നത്. അച്യുതൻ, ഇത്രത്തോളം ഗുരുതരമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടും ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് ഇഡിയോട് കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാശ്മീർ ഐപാക്കില് റെയ്ഡ് നടത്തിയത് തടസ്സപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് TMCക്കെതിരെയാണ് ED സുപ്രീം കോടതിയെ സമീപിച്ചത്. രണ്ടാമതൊരു പുതിയ അപേക്ഷ നൽകി, അതായത് DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം, അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നൊരു അപേക്ഷയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും കേസ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ED വാദിക്കുന്നത് മമതാ ബാനർജി തെളിവുകൾ മോഷ്ടിക്കുകയും ED ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തി മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും ED ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിൽ അതായത് ജനാധിപത്യത്തിന് പകരം ആൾക്കൂട്ട ആധിപത്യം സ്ഥാപിക്കുകയാണ് മമത. അതായത് ഈ ED പരിശോധനയ്ക്ക് പിന്നാലെ മമതാ ബാനർജി അവിടേക്ക് എത്തുകയും ഒപ്പം പ്രവർത്തകരെ അണിചേർത്തുകൊണ്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. SIR വിവരങ്ങൾ ചോർത്താനായിരുന്നു തങ്ങളുടെ ശ്രമം എന്നാണ് TMC ആരോപിച്ചത്. പക്ഷേ വെബ്സൈറ്റിൽ ലഭിക്കുന്ന വിവരം ഒരു വിഡ്ഢിയും SIR ഡാറ്റ ശേഖരിക്കാൻ അവിടേക്ക് പോകില്ല എന്ന് ED വാദിച്ചു. എന്നാൽ TMC അതിന് മറുപടി നൽകിയത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി ഡാറ്റകൾ ഐപാക്കിന്റെ കൈവശം ഉണ്ട് എന്ന് TMC വാദിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ നടത്തേണ്ട അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ട ആവശ്യം, ആ തിടുക്കം എന്തായിരുന്നു എന്നും TMC ഇപ്പോൾ കോടതിയിൽ വാദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ED എന്തുകൊണ്ട് ഇത്രയും അധികം ഉത്സാഹം കാണിക്കുന്നുവെന്നും TMCക്ക് വേണ്ടി കപിൽ സിബൽ ഇപ്പോൾ വാദിക്കുകയാണ്. എന്തായാലും നിലവിൽ EDയുടെ 2 അപേക്ഷ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട പരിഗണിക്കുന്നു. ഒപ്പം ഇതിലൊരു തടസ്സ ഹർജിയും രേഖകൾ മമത കടത്തി ED പറയുന്നുണ്ട്. അത് ഗുണ്ടായിസമാണ് തൃണമൂൽ കോൺഗ്രസും പറയുന്നുണ്ട്. ഈ EDയുടെ ഹർജി പക്ഷേ അത്ര ശക്തമായ വാദങ്ങൾക്കിടയിലും എങ്ങനെയാണ് EDയുടെ ഹർജി നിലനിൽക്കുക എന്ന് കോടതി EDയോട് പിന്നെയും ചോദിക്കുകയാണ്. അത് തിരിച്ചടിയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.